പ്രായമായവർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ്, പ്രത്യേകിച്ച് മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒന്നും അടുത്തില്ലാത്തവർ എങ്ങനെ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു വറി അവരുടെ പലരുടെ മനസ്സിലും ഉണ്ട്. ഇതിൻ്റെ മെയിൻ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, വീടുകൾ നമ്മളൊരു ആഫ്റ്റർ ഒരു 55 to 60 എബോവ് ആകുമ്പോൾ നമ്മുടെ മസിൽസ് വീക്ക് ആവുകയും. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സീനിയർ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത കെ സാജു ജോർജ് അദ്ദേഹമാണ്. ഇദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു ആശയവുമായി മുന്നിട്ട് വരികയുണ്ടായി. ഏകദേശം ഒരു വർഷത്തിലധികം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരു 6 മാസം മുന്നേ അദ്ദേഹം എൻ്റെ അടുത്ത് ഈ ആശയം അവതരിപ്പിക്കുകയും എനിക്ക് വളരെയധികം അതിൽ താല്പര്യം തോന്നുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞാനും ആ പദ്ധതിയുടെ ഭാഗമാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അതായത് കേരളം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമോ അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, കേരളം വളരെ ഫാസ്റ്റായിട്ടൊരു ഏജ്ഡ് സൊസൈറ്റി ആയിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. അതിൻ്റെ റേറ്റ് ഓരോ വർഷവും എൽഡർലി പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് ഓരോ വർഷവും കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രായമായവർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ്, പ്രത്യേകിച്ച് മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒന്നും അടുത്തില്ലാത്തവർ എങ്ങനെ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു വറി അവരുടെ പലരുടെ മനസ്സിലും ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആശയത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത്, പ്രായമുള്ളവർ കഴിയുന്നതും റിട്ടയർമെൻറ്റ് ഹോമിനെ ആശ്രയിക്കുക. അത് നേരത്തെ നമ്മൾ ചിലപ്പം ഓൾഡ് ഏജ് ഹോം എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ കൺസെപ്റ്റിൽ റിട്ടയർമെൻറ്റ് ഹോംസ്, കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ആഡ് ചെയ്തിട്ട് റിട്ടയർമെൻറ്റ് ഹോംസ് വന്നിട്ടുണ്ട് കാര്യമായിട്ട് കേരളത്തിൽ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പദ്ധതിയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്ത കുറേ പേര് കൂടിയിരുന്ന് ആലോചിച്ച് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. സാർ, അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ AIP എന്നൊരു ആശയം പറയുകയുണ്ടായല്ലോ. എന്താണ് ആ AIPയും അതുപോലെ ഈ ഓൾഡ് ഏജ് ഹോമും തമ്മിലുള്ള വ്യത്യാസം? AIP, അതായത് ഏജിങ് ഇൻ പ്ലേസ് എന്ന് പറയുന്നത്, മറ്റ് പല രാജ്യങ്ങളിലും ഓൾറെഡി വളരെ വെൽ നോൺ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. കേരളത്തിൽ, ഇന്ത്യയിലും അത് പുതുതായിട്ടിപ്പോൾ വരുന്നേ ഉള്ളൂ ഈ ആശയം എന്ന് പറയുന്നത്. AIP കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം വീട്ടിൽ തന്നെ പ്രായമാവുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് സിസ്റ്റംസും അറേഞ്ച് ചെയ്ത്, ഒരു റിട്ടയർമെൻറ്റ് ഹോമിൽ കിട്ടുന്ന സൗകര്യങ്ങൾ കൂടാതെ അവരുടെ ഫെമിലിയർ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ തന്നെ സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുക. അതിനാണ് നമ്മൾ ഏജിങ് ഇൻ പ്ലേസ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ നാഷണൽ ലെവലിലും കേരള കോൺടെക്സ്റ്റിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സിൽവർ എക്കോണമി. അതിൽ കേരളത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് നാഷണൽ ആവറേജുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ? അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് സംസാരിക്കും. കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞാൽ, കേരളത്തിൽ എൽഡർ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ആണ്. അത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ 18.6% കേരള ആവറേജ് ഏജ്ഡ് സീനിയർ സിറ്റിസൻസ് ഉണ്ട്. അതിൽ ചില ജില്ലകളിൽ ഇപ്പോൾ തന്നെ 25% ആയിട്ടുണ്ട്. ഓരോ വർഷവും അതിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഏജ്ഡ് എൽഡർലി പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് കൂടുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും അവരുടെ കൺസേൺസും അഡ്രസ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചില ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മൾ മറ്റുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഇവോൾവ് ചെയ്ത് വരേണ്ടതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതെല്ലാം കൂടിയാണ് നമ്മുടെ സിൽവർ എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരള ആണ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ലീഡിങ് റോൾ എടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി കമ്മിങ് ഡേയ്സിലും അതിൻ്റെ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ നിന്നുള്ളത് വളരെ കൂടുതലായിട്ട് വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സാറ് ഈ ആശയം എന്നോട് മുമ്പ് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഞാൻ ഈ തിരുവല്ല, പത്തനംതിട്ട, റാന്നി ആ ഭാഗങ്ങളിൽ വീടിൻ്റെ ഹൗസ് സൈറ്റ് വിസിറ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ വീടുകളുണ്ട്, പക്ഷെ ആളുകളില്ല, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് കൂടുതൽ. അപ്പോൾ അത് എനിക്ക് ആ ഒരു ആശയം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുന്നു, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം അവിടെ കുറയുകയാണ്. നമ്മുടെ ഇപ്പോൾ കേരളം ആസ് സച്ച് ഒരു ഹൈ ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന അടുത്ത തലമുറ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്.
ആ വിദ്യാഭ്യാസമുള്ള തലമുറ ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു തൊഴിലും നല്ല ഒരു ജീവിത സാഹചര്യവും അവർ പുറമെയാണ് തേടുന്നത്. അപ്പോൾ ഈ പേരൻസ് എന്നുള്ള നിലയിൽ അവരിവിടെ ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കിയപ്പോൾ സാറ് ഈ പറയുന്ന ഒരു ആശയം, അതായത് ഏജിങ് ഇൻ പ്ലേസ് എന്നുള്ള ആശയം എത്രമാത്രം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത എനിക്ക് വന്നിരുന്നു. അപ്പോൾ സാറ് പല രീതിയിലും അതിന്റെ പല ഫാക്ടേഴ്സ് അതിന് പറയുകയുണ്ടായി. അത് ഒന്ന് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കേരളം ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണത്. യങ്സ്റ്റേഴ്സ് നല്ലൊരു ശതമാനം പേര് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. വളരെ ചുരുക്കം പേരാണ് കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത്. അത് ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിൽ വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും പ്രായമുള്ളവർ മാത്രമുള്ള വീടുകളും വളരെ കൂടുതലാണ് ഈ പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഏജിങ് ഇൻ പ്ലേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിൽ വരുന്നത് ആ രീതിയിലാണ്. അപ്പം റിട്ടയർമെൻറ്റ് ഹോമിന് പകരം ഉള്ള ഒരു ഓൾട്ടർനേറ്റ് മോഡൽ എന്നുള്ള രീതിയിൽ സ്വന്തം വീട് തന്നെ നമുക്ക് ടെക്നോളജി, പല രീതിയിലുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. അപ്പോൾ ടെക്നോളജി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന പല സൗകര്യങ്ങളും അതാത് വീടുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം വീട് തന്നെ അവരുടെ റിട്ടയർമെൻറ്റ് ഹോമായിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ആശയമാണ് ഈ AIP കൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഏജിങ് ഇൻ പ്ലേസ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു കമ്പാനിയൻ സർവീസ് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. നമ്മൾ എങ്ങനെയായിരിക്കും ഈ സർവീസിലേക്ക് ആളുകളെ എടുക്കുക? നമുക്കിപ്പോൾ മെയിൻലി വരുന്ന ഒരു തോട്ടാണ്, ജനറൽ ആളുകളുടെ ഒരു കൺസേൺ ആണ്, ഈ വരുന്ന ആളുകൾ റിലയബിൾ ആണോ, അവരെ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് വർത്തി ആണോ? അപ്പം അതിന് നമ്മൾ ഈ ആശയത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് അവരെ ഒരു സ്ക്രൂട്ടനി എങ്ങനെയായിരിക്കും നടത്താൻ പറ്റുക? തീർച്ചയായിട്ടും അത് വലിയൊരു കൺസേൺ ആണ്. കാരണം നമ്മൾ ഈ പ്രായമുള്ളവരുടെ അടുത്ത് വിടുന്ന കെയർ ഗിവേഴ്സ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇതിന് പ്രോപ്പർ ട്രെയിനിങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ എടുക്കുകയും അവരുടെ 360 ഡിഗ്രി വെരിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ആധാർ വെരിഫിക്കേഷൻ നടത്തണം, പോലീസ് വെരിഫിക്കേഷൻ നടത്തണം, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം. ഇതെല്ലാം വെരിഫൈ ചെയ്ത് അവർക്ക് ഇതിനൊരു ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ എൽഡേഴ്സിനെ കെയർ ഗിവേഴ്സായിട്ട് നമ്മൾ അവരെ വിടുന്നത്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ CLS at ഹോം എന്നുള്ള കമ്പനിയുടെ കീഴിൽ കൊടുക്കുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് എൽഡർ കെയർ കമ്പാനിയൻ എന്നുള്ളതാണ്. ഈ എൽഡർ കമ്പാനിയൻ എന്നുള്ള സർവീസിൽ പ്രത്യേകിച്ച് അത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എപ്പോഴും വിളിക്കാനും കോണ്ടാക്ട് ചെയ്യാനും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരാൾ അവരുടെ തൊട്ട് നിയർ ബൈ നെയ്ബർഹുഡിൽ അവരെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഇപ്പോൾ ഒരു 60 പ്ലസ് ഉള്ള രണ്ടുപേര്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെന്നിരിക്കട്ടെ, മക്കളെല്ലാം വിദേശത്താണ്. അപ്പോൾ അവർക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു, ഇപ്പോൾ ഒരു വീട്ടിലാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ടാപ്പ് ഡാമേജ് വന്നു. ഇതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഇവർക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇത് ഒരാളെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ വരുന്ന ആള് അവരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് CLS ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് കിട്ടും. അത് എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഇതുപോലുള്ള സർവീസുകളെല്ലാം നമ്മൾ CLS at ഹോമിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ടെക്നീഷ്യൻസ്, ഇതിപ്പോൾ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവേഴ്സ് എല്ലാം നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനെ കോർഡിനേറ്റ് ചെയ്യാനും അവർ വരുമ്പോൾ അവരെ കൂടത്തിൽ നിന്ന് ആ വർക്കിൻ്റെ ഒരു സൂപ്പർവിഷനും നമ്മൾ ഈ എൽഡർ കമ്പാനിയൻ വഴി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എൽഡർ കമ്പാനിയൻ പ്ലംബർ, ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യണമെന്നില്ല. അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവിടെ അവൈലബിൾ ആക്കുക, അവർ പ്രോപ്പറായിട്ട് ആ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യുകയും ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാമിലി മെമ്പറുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ ഈ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, ഇപ്പോൾ ഒരു കപ്പിൾ ഒരു 70 and 80 ഉള്ള ഒരു കപ്പിള്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഗെറ്റ് ടുഗദറിന് പോകണം, അല്ലെങ്കിൽ ഒരു
ഒരു ഫാമിലി ഫംഗ്ഷൻ അതിന് പോകണം. അപ്പോൾ ഒരു 2 to 3 days മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ അവർ ഫേസ് ചെയ്യുന്നത് അവർക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ മാത്രമാകുമ്പം ഈ അവരുടെ കുട്ടികൾക്കും അതൊരു ഭയങ്കര കൺസേൺ ആണ്, ഇവർ പോകുമ്പോൾ എന്ത് ചെയ്യും. അപ്പം അങ്ങനെ പല കേസുകളിലും ഇവർ അവരുടെ സെലിബ്രേഷൻസ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് ഈ CLS ഒരു നല്ല ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി. അതിൽ നമ്മളതിനെ 2 രീതിയിലാണ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇപ്പോൾ 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഇവരുടെ കെയർ ഗിവറായിട്ട് ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഉള്ള സൗകര്യമുണ്ട്. അത് എൽഡർ കമ്പാനിയൻ സർവീസ് തന്നെ കമ്പാനിയനായിട്ട് ഒന്നുകിൽ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ഫുൾ ടൈം ആളെ ഈ 3 ദിവസത്തേക്ക് അവിടെ താമസിച്ച് തന്നെ വേണ്ടുന്ന കേസ് അങ്ങനെയും അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊരു കൺസെപ്റ്റാണ് പേയിങ് ഗസ്റ്റ് ആയിട്ട് ആളുകളെ താമസിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രായമുള്ളവർ താമസിക്കുന്ന വീട്ടിൽ അവിടെ സൗകര്യമുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ്, അതുപോലെ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് സിറ്റി ഏരിയയിലൊക്കെ നമുക്ക് ദൂരെ നിന്ന് വരുന്ന വിമൻ എംപ്ലോയീസ്, അതുപോലെ കുട്ടികൾക്കൊക്കെ പറ്റിയ അക്കോമഡേഷൻ കിട്ടാൻ അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രായമുള്ളവർ താമസിക്കുന്ന വീടുകളിൽ അവരെ കൂടി താമസിപ്പിച്ചുകൊണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ, അത് നമ്മൾ ചെയ്യുന്നത് ഇവരുടെ ഈ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് അവരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളവരെ മാത്രം നമുക്ക് അവിടെ അവൈലബിൾ ആക്കാം. അപ്പം അവർക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിംഗ് വരാതെ തന്നെ അവർക്ക് എപ്പോഴും കൂടത്തിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ വീട്ടിൽ അവൈലബിൾ ആകും. എനിക്ക് ഈ സാറ് പറഞ്ഞ ഈ ആശയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ആസ് ആൻ ആർക്കിടെക്ട് എൻ്റെ അടുത്ത് വരുന്ന മിക്ക ക്ലയൻസും നോർമലി വീട് വെക്കാനായിട്ട് വരുന്നവർ ഒരു 45 അല്ലെങ്കിൽ 50 ഏജിൽ താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അന്നത്തെ ആ 50 ഏജിലെ അല്ലെങ്കിൽ 45 ഏജിൻ്റെ അവരുടെ മക്കളുടെ ഒക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ ആ വീട് വെക്കുക. അവരവിടെ വെക്കുന്നു, അവർക്ക് കുട്ടികളാവുന്നു, അവരുടെ ഒരു നല്ല ഒരു കാലഘട്ടം അവരുടെ വീടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ആ സ്പേസിൽ തന്നെ അവർക്ക് അവരുടെ ശിഷ്ടകാലം, അതായത് അവരുടെ ഓൾഡ് ഏജ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം, അത് വളരെയധികം ക്യാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഇമോഷണൽ കണക്ട് എന്നുള്ള ഫീല്, അതാണ് എനിക്ക് കുറച്ചുകൂടെ സ്ട്രൈക്ക് ചെയ്തത്. ഇത് ഈ പറഞ്ഞ പോയിന്റ് വളരെ റിലവൻ്റ് ആണ്. അതായത് ഒരാൾ അവരുടെ ലൈഫ് ടൈമിലുള്ള സേവിങ്സിൻ്റെ നല്ലൊരു ശതമാനവും സ്പെൻഡ് ചെയ്ത് അവർ ഇൻട്രസ്റ്റ് എടുത്ത് പണിത വീട്ടിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് ആ സ്വന്തം വീടിനോട് എപ്പോഴും ഉണ്ടാവും. അവർ വർഷങ്ങളോളം ചെലവഴിച്ച സറൗണ്ടിങ്സ്, അതിൻ്റെ മെമ്മറീസ് എല്ലാം നിൽക്കുന്നതാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് മാറാതെ തന്നെ അവിടെ തന്നെ അവർക്ക് ശിഷ്ടകാലം, അവരുടെ ഏജ്ഡ് ആകുമ്പോൾ ഉള്ള റിട്ടയർമെൻറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് അതാണ്. കൂടാതെ നമ്മൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വന്തം വീട്ടിൽ അവരുടെ സറൗണ്ടിങ് ഏരിയാസിൽ ഫെമിലിയർ ആയിട്ടുള്ള സറൗണ്ടിങ്ങും ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് റിട്ടയർമെൻറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്നവരുടെ ഇടയ്ക്കാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ മെമ്മറി ലോസ് പോലുള്ള ഇഷ്യൂസ് മിനിമം, അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കുറവ് എന്ന് നമ്മൾ കാണും. അപ്പം അതുകൊണ്ടാണ് ഈ സ്വന്തം വീട്ടിൽ തന്നെ ഇതുപോലുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് മാറാതെ അവിടെ ശിഷ്ടകാലം സ്പെൻഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ലിവിങ് സർവീസസ് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട്, CLS അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. മെയിനായിട്ട് ഈ ഓൾഡ് ഏജ് ഹോമും നമ്മുടെ ഈ ആശയവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാം. കാരണം ഇപ്പോൾ നിലവിൽ ഈ ഓൾഡ് ഏജ് ഹോമുകൾ ഒരുപാട് കയറി വരുന്നുണ്ട്, ഒരുപാട് നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആളുകൾ, സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഏജിങ് അറ്റ് ഹോം എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എൻ്റെ പ്രസക്തിയെ പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മിക്ക ആളുകളും ഇതുപോലെ ഓപ്റ്റ് ചെയ്യുന്നുമുണ്ട് ഈ ഓൾഡ് ഏജ് ഹോമുകൾ? അതിൻ്റെ ഒരു സൈക്കോളജിയാണ്. റിട്ടയർമെൻറ്റ് ഹോം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു കൺസെപ്റ്റാണ്. കേരളത്തിൽ ഉള്ള റിട്ടയർമെൻറ്റ് ഹോംസിലെല്ലാം ഒക്കുപ്പൻസി ഉണ്ട്. പക്ഷെ അവിടെയുള്ള ചലഞ്ച് ചിലത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരാളായിട്ട് അവിടെ റിട്ടയർമെന്റ് ഹോമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവിടുത്തെ പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ, അയാളുടെ കമ്മ്യൂണിറ്റി ലൈഫ് പ്രോപ്പർ അല്ലെങ്കിൽ, കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഹാപ്പി ആയിരിക്കില്ല. നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നേരത്തെയുള്ള വീട് വിട്ട് അങ്ങോട്ടേക്ക് പെർമനൻ്റ് ആയിട്ട് മാറാൻ പലരും വില്ലിങ്ങാണ്. അപ്പോൾ ചിലർ പ്രിഫർ ചെയ്യുന്ന കുറച്ച് നാൾ റിട്ടയർമെന്റ് ഹോമിൽ നിൽക്കുന്നു, പക്ഷെ സ്വന്തം വീട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് അവിടെയും ആയിട്ട് മാറി നിൽക്കുന്ന ചിലർ. നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം വീട്ടിൽ തന്നെ ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത്, ഒരു റിട്ടയർമെന്റ് ഹോമിൽ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും സ്വന്തം വീട്ടിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ വീടിൻ്റെ ഫെമിലിയർ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ അവിടുത്തെ നെയ്ബേഴ്സും അവിടുത്തെ കമ്മ്യൂണിറ്റി ലൈഫും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ശിഷ്ടകാലം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇതുവഴി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ AIP എന്നുള്ള കൺസെപ്റ്റ്, ഏജിങ് ഇൻ പ്ലേസ് എന്നുള്ള കൺസെപ്റ്റ് വഴി ഇംപ്ലിമെൻറ്റ്. ഓക്കെ ഓക്കെ. ഓൾഡ് ഏജ് നമ്മൾ ഇടയ്ക്ക് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി റിട്ടയർഡ് ലൈഫ്, റിട്ടയർഡ് എംപ്ലോയീസ് പ്രധാനമായിട്ടും അവരുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? റിട്ടയർഡ് ആളുകളുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ മൊബിലിറ്റി അല്ലെങ്കിൽ അവരുടെ മസിൽ സ്ട്രെങ്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, പ്രത്യേകിച്ച് നാട്ടിൻപുറത്തുള്ള പ്രായമുള്ളവർ കുറച്ചുകൂടെ ആക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. കാരണം അവരുടെ കോമ്പൗണ്ടോ അവരുടെ സറൗണ്ടിങ് ഏരിയയിൽ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ സിറ്റിയിലുള്ള റിട്ടയർഡ് ആൾക്കാരുടെ ഒരു പ്രശ്നം, അവർ അതുപോലുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് പെട്ടെന്ന് അഫക്റ്റഡ് ആവും. അപ്പോൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളൊരു പ്രശ്നം, ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ഫുഡിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സിലും കുറേ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഹെൽത്തി ഫുഡ് കഴിക്കുക, പ്രത്യേകിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും, അതുപോലെ ഈ പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് റൈസിന് പകരം മില്ലറ്റ്സ് ഒക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. മില്ലറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ചിലത് നമ്മൾ കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഓക്സിലേറ്റ് കണ്ടന്റ് കുറവുള്ള മില്ലറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ചില ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. മെൻ്റലിയും കൂടെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രം, ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നാൽ മാത്രം പോരാ, മെൻ്റലി ആക്റ്റീവ് ആയിരിക്കണം. അവർക്ക് എപ്പോഴും സംസാരിക്കാൻ ആൾക്കാർ വേണം, സോഷ്യൽ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇതുപോലുള്ള കൺസേൺസ് ആണ് നമ്മൾ ഈ CLS അറ്റ് ഹോം അല്ലെങ്കിൽ കണക്റ്റഡ് ലിവിങ് സർവീസസ് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പദ്ധതി കൊണ്ട് നമ്മൾ തുടക്കം കൊടുക്കും. നമ്മൾ ഈ CLS അറ്റ് ഹോമിൻ്റെ പാർട്ടായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു സ്വന്തം വീട് ജീറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജേക്കബ് ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ ജേക്കബിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സാർ, ഈ ആശയം മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മെയിൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് കെയർ ഡിസൈനിങ് സെഗ്മെൻറ്റിൽ എസ്പെഷ്യലി ജെറിയാട്രിക് ഹോസ്പിറ്റലിൻ്റെ ഡിസൈനിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് ഒരുപാട് ജെറിയാട്രീഷ്യൻസ് ആയിട്ട് ഇൻട്രാക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഇൻട്രാക്ഷൻസിലൂടെയും ആ ഹോസ്പിറ്റൽ ഡിസൈനിൻ്റെ പാർട്ടായിട്ടും ഞാൻ മനസ്സിലാക്കി 1-2 കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തേയും. അതിൻ്റെ മെയിൻ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, വീടുകൾ ആഫ്റ്റർ ഒരു 55 to 60 എബോവ് ആകുമ്പോൾ നമ്മുടെ മസിൽസ് വീക്ക് ആവുകയും നമ്മൾ മെയിൻലി നമ്മുടെ ബോഡി കോൺഷ്യസ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ അത് അറ്റൈൻ ചെയ്യുമെന്ന്. പക്ഷെ ചിലപ്പോൾ ഒരു സ്ലൈഡ് സ്ലിപ്പ് വന്നാൽ, അവിടെ ഒരു ഫോൾ വന്നാൽ, ഫോൾ വഴി നമുക്ക് ബോൺ ഡാമേജ് വരികയും അങ്ങനെ അത്തരത്തിലുള്ള വീഴ്ചകൾ ഒഴിവാക്കുന്നത് വഴി നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രിമിസസ്, നമ്മുടെ ഓഫീസാണെങ്കിലും വീടാണെങ്കിലും വാട്ട് എവർ പ്ലേസ്, അവിടെ നമ്മൾ കുറച്ച് ജെറിയാട്രിക് ഫ്രണ്ട്ലി ഡെവലപ്മെന്റുകൾ വരുത്തേണ്ടതായിട്ടാണ്. മെയിൻലി വീടിനെ സംബന്ധിച്ചിടത്തോളം ജനറലി നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളും നോക്കിയാൽ എല്ലാം സ്റ്റെപ്സ് ആണ്. 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് വെച്ചിട്ടാണ് വീട്ടിലേക്ക് കയറുക. ഈ സംഭവത്തിൽ തന്നെ നമ്മളൊരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഫിസിക്കലി ചലഞ്ച്ഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു എൽഡർ ഫ്രണ്ട്ലി ആയിട്ട് അതിൻ്റെ എൻട്രൻസ് കൺവേർട്ട് ചെയ്യുക.
ദാറ്റ് മീൻസ് അവിടെ ഒരു റാമ്പ് കൊടുക്കുക. ആ റാമ്പിന് സഫീഷ്യൻറ്റ് സ്ലോപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് 1:12, അതായത് 1 മീറ്ററിന് 12 മീറ്റർ ലെങ്ത് വരുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്താലേ അതിന് കാര്യമുള്ളൂ. ജനറൽ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ 3 സ്റ്റെപ്പിനെ സ്ലോപ്പ് ചെയ്ത് ഒരു റാമ്പ് ഉണ്ടാക്കിയിടും. അത് ഈവൻ മോർ ഡേഞ്ചറസ് ആണ്. നമുക്ക് ആ സഫീഷ്യൻറ്റ് അതിൻ്റെ ഒരു പ്രയോജനം അവിടെ കിട്ടില്ല. അങ്ങനെ ചെയ്യുക. പിന്നെ ഗ്രാബ് ബാറുകൾ കൊടുക്കുക, പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ബാത്റൂംസ് എല്ലാം ഈ അറ്റ് പ്രസന്റ് സിനാരിയോയിൽ കാണുന്നത് എല്ലാം നമ്മളൊരു ലെവൽ ഡിഫറൻസിലായിരിക്കും. വെള്ളം അകത്തേക്ക് വരാതിരിക്കാനായിട്ട് ഒരു സ്റ്റെപ്പിംഗ് ഉണ്ടാവും. ഇതെല്ലാം ഒരു സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70+ ആൾക്കൊരു വീഴാനുള്ളൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക. അത് ആ ബാത്റൂമിലെ സ്റ്റെപ്സ് കൺവേർട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ ആൻറ്റി സ്ലിപ്പറി മാറ്റ്സ് ഇടുക, ഗ്രാബ് ബാർ വെച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു ബേസിക് കൺവേർഷൻ നടത്തിയാൽ തന്നെ നമ്മുടെ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിനെ തന്നെ ഒരു ജെറിയാട്രിക് ഫ്രണ്ട്ലി ഹോമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു ബേസിക് ലെവൽ. അതുകൂടാതെ ജേക്കബ്, നമ്മൾ ഒരു വീട്ടിലെ ഫർണിച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും പലർക്കും ഉള്ള പ്രശ്നം, ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് സോഫയിലോ സെറ്റിയിലോ ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ അവർ സ്ട്രഗിൾ ചെയ്യുന്ന പല കേസുകളാണ്. അപ്പോൾ ഈ ഫർണിച്ചർ എങ്ങനെ ജെറിയാട്രിക് ഫ്രണ്ട്ലി ആക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ? അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ എൻ്റയർ ഫർണിച്ചർ നമുക്ക് ജെറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരള കോൺട്രസ്റ്റ് തന്നെ എടുക്കാം. കേരള കോൺട്രസ്റ്റിൽ ഇപ്പം നമ്മളൊരു mid-80s mid-90s വീടുകളിലൊക്കെ പോയാൽ എല്ലാം ഈട്ടിയുടെ കസേരകളായിരിക്കും. ഡൈനിങ് ടേബിൾ എല്ലാം ഈട്ടിയുടെ കസേര, മറ്റേ സോഫ സെറ്റ് എല്ലാം ഭയങ്കര ഹാർഡ് വുഡ് സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഹാർഡ് വുഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ചെറിയ സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറിക്കോ ഒരു സാധ്യത കൂടുതലല്ല. അപ്പോൾ ആ കേസുകളിൽ ഈ ഫർണിച്ചറുകളെല്ലാം സോഫ്റ്റ് കോർണേഴ്സ് ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനൊരു സെപ്പറേറ്റ് വിങ് തന്നെയുണ്ട് ഈ ഫർണിച്ചർ ഡിസൈൻ മേഖലയിൽ. അപ്പോൾ അവരുടെ ഹെൽപ്പൊക്കെ നമുക്ക് എടുക്കാം. ദർ ആർ ലോട്ട് ഓഫ് സൈറ്റ്സ് ഓൾസോ ഈ ജെറിയാട്രിക് ഫ്രണ്ട്ലി ഫർണിച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.